പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ വളരെ പ്രിയനും ആദരണീയനുമായ പാസ്റ്റർ CB ആൻഡ്രൂസ്, ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാർ, പാസ്റ്റർ TV സക്കറിയ, പാസ്റ്റർ മത്തായി സാംകുട്ടി, പാസ്റ്റർ മോനി മാത്യു, പാസ്റ്റർ PV മാത്യു, പാസ്റ്റർ സാമുവൽ ജോൺസൺ, പാസ്റ്റർ തോമസ് ഫിലിപ്പ്, പാസ്റ്റർ ജോർജ് കുട്ടി, പാസ്റ്റർ കുര്യച്ചൻ, പാസ്റ്റർ റെജി, എൻ്റെ പ്രിയ സ്നേഹിതൻ CB മലയിൽ, മാന്യ സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ നാമത്തിൽ എൻ്റെ വന്ദനം. പ്രത്യേകാൽ പ്രിയപ്പെട്ട സ്നേഹമോൾക്ക് വിശേഷാൽ വന്ദനം പറയുന്നു. ഈ അതിരാവിലെ അവൾക്ക് 3 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. അവരെ കേട്ടിട്ട് ഈ അതിരാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു ഹൃദയസ്പർശിയായി പാടുവാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ സഹായിക്കാനായി ഈ ദിനങ്ങൾ പാടിയ എല്ലാവർക്കായിട്ടും ഞാൻ ദൈവത്തെ വാഴ്ത്തും. നമ്മുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുത്ത ഗാനങ്ങളായിരുന്നു അവർ പാടിയത് എന്നതിൽ അവരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കും. നാം പഠിച്ച് പൂർത്തിയാക്കാതിരുന്ന ഭാഗം പൂർത്തിയാക്കുക. ഉയർപ്പിൻ്റെ ആവശ്യകതയും ഉയർപ്പിൻ്റെ പ്രാധാന്യം. The necessity and importance of resurrection. അതിൽ നാം 5 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥം. 2, എൻ്റെ വിശ്വാസം വ്യർത്ഥം. 3, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ നശിച്ചുപോയി. 4, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കും. 5, ദൈവത്തിന് ഞങ്ങൾ കള്ളസാക്ഷികൾ എന്ന് വരും. നാം അവിടെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. 6ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. ചില വാക്യങ്ങൾ മാത്രം ഉദ്ധരിക്കാൻ പ്രിയപ്പെട്ട സഹോദരി മേരിക്കുട്ടിയോട് ഞാൻ ആവശ്യപ്പെട്ടു. 6ാമത്തത്, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. 1 കൊരിന്ത്യർ 15:19. വായിച്ചോട്ടെ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ക്രിസ്തുവിന്റെ ഉയർപ്പിനെയും വിശ്വാസിയുടെ മരണാനന്തര രൂപാന്തരത്തെയും കുറിച്ചുള്ള തിരുവെഴുത്തിലെ ഏറ്റവും ഗൗരവമേറിയ പഠനമാണ് 1 കൊരിന്ത്യർ 15 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പൗലോസ് എന്തിനാണ് ഇങ്ങനൊരു വാക്യം എഴുതി ചേർത്തത് എന്നത് പഠന വിധേയമാക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. വേദപുസ്തകത്തിനെ വിഭാഗിക്കുകയോ വേദപുസ്തക സന്ദേശങ്ങൾ നൽകുകയോ ചെയ്യുമ്പോൾ 3 തരത്തിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു പ്രഭാഷകർ. 1, കോണ്ടെക്സ്റ്റുവൽ ഇന്റർപ്രിട്ടേഷൻ. ഉദാഹരണം പറഞ്ഞു, കോണ്ടെക്സ്റ്റ് വിട്ട് വാക്യങ്ങൾ എടുത്ത് ശുദ്ധ അസംബന്ധങ്ങൾ പറയുന്നതിന് 2 പ്രധാന ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. കോണ്ടെക്സ്റ്റുവൽ ഇന്റർപ്രിട്ടേഷൻ. 2, സ്പെക്കുലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. ഇന്ന് നടക്കുന്നത്, ഈ തലമുറയിൽ നടക്കുന്നതിൽ ഭൂരിപക്ഷവും സ്പെക്കുലേറ്റീവ് ഇന്റർപ്രിട്ടേഷനാണ്. പ്രഭാഷകന് ഇഷ്ടമുള്ള ഒരു വാക്യം എടുത്ത് ആ വേദഭാഗവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത തൻ്റെ ആശയങ്ങളുടെ പ്രചരണത്തിൽ ഒരാൾ ഊന്നുന്നതിനെയാണ് സ്പെക്കുലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. അതാണ് ഇന്ന് നടക്കുന്നതിൽ ഭൂരിപക്ഷം. 3ാമത്തത് ക്യുമുലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു വേദഭാഗമോ അതിൻ്റെ കോണ്ടെക്സ്റ്റോ മാത്രം എടുത്ത് പഠിപ്പിച്ചാൽ പോരാ. ക്യുമുലേറ്റീവ് ആയിട്ടാണ്. കാര്യം അതൊരു ക്യുമുലേറ്റീവ് സബ്ജക്റ്റാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോഴും അതൊരു ക്യുമുലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുള്ള
പഠനമാണ്. പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ ക്യുമുലേറ്റീവ് ഇന്റർപ്രിട്ടേഷൻ അനിവാര്യമാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് പൗലോസ് ഈ ഒരു ചിന്ത, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവരെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും എന്ന് പറഞ്ഞാൽ സകല വിശ്വാസികളിലും എന്നല്ല അപ്പോസ്തലൻ പറയുന്നത്, സകല മനുഷ്യരിലും, ലോകത്തിലെ കള്ളുകൂടിയനേക്കാളും ലോകത്തിലെ വെറിക്കൂത്തുകാരനേക്കാളും നിങ്ങൾ അരിഷ്ടരാണ്. എന്താണ് അതിൻ്റെ ഗൗരവം ഓർക്കുക? ക്രിസ്ത്യാനിത്വം എന്നത് ഈ ആയുസ്സിലേക്ക് ചിലത് നേടാനുള്ള ഒരു ഉപാധി അല്ല. മറ്റു മതത്തിലെ ഗുരുക്കന്മാരോ മറ്റു മതങ്ങളിലെ ദൈവങ്ങളോ ഈ ഭൂമിയിൽ പാർക്കും കാലം ലഭിക്കുന്നത് എന്തെല്ലാമൊക്കെ തരാമെന്നുള്ള വാഗ്ദത്തം നൽകുന്നവരാണെങ്കിൽ, നിങ്ങൾ സേവിക്കുന്ന ക്രിസ്തു ഈ ആയുസ്സിൽ മാത്രമാണ് നിങ്ങൾ തന്നെ ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങൾ അരിഷ്ടന്മാരാണ്. കാരണം ക്രിസ്തു മാർഗം ഐഹികമായ ഒരു മാർഗമേ അല്ല. ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഒക്കെ ശരിയാക്കി തരുന്ന ഒരു മാർഗമല്ല ഇത്. ഞാൻ വളരെ ഗൗരവമായി നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുക. കാരണം ഈ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരുന്ന ഒരു മാർഗമാണ് ഇതെങ്കിൽ അത് യൂണിവേഴ്സലായിട്ട് സംഭവിക്കണം. എന്നാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് സംഭവിക്കണം. പക്ഷേ ഗ്രഹാം സ്റ്റെയിൻസ് മരിച്ചില്ലേ? സ്തേഫാനോസ് മരിച്ചില്ലേ? യാക്കോബ് കൊല്ലപ്പെട്ടില്ലേ? ക്രീമേജിൽ കുഞ്ഞുങ്ങൾ മാരക രോഗങ്ങൾ വന്ന് മരിക്കുന്നില്ലേ? ശ്രേഷ്ഠന്മാരായ വിശ്വാസികൾ മാരക രോഗങ്ങൾ വന്ന് മരിക്കുന്നില്ലേ? അപ്പൊ യൂണിവേഴ്സലായ ഒരു അതല്ല. ഭൗമികമായ നന്മ എന്ന വാക്ക് അനുഗ്രഹം എന്ന വാക്ക് യോഗ്യമല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭൗമികമായ അനുഗ്രഹങ്ങൾക്ക് മാത്രമായി സമീപിക്കാനുള്ള ഒരാളല്ല ക്രിസ്തു എന്ന് പൗലോസ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, അടിവരയിട്ട് പറയുകയാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഭൗതികമായ വിഷയങ്ങൾക്കൊന്നും യേശുക്രിസ്തുവിനെ പിൻപറ്റിയത് കൊണ്ട് ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ ഭൂമിയിലെ പ്രശ്നങ്ങളോടുള്ള സമീപനം യേശു കർത്താവ് മാറ്റിത്തന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, നടക്കത്തില്ലെന്ന് മനസ്സിലായി, കൃപ മതി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇപ്പൊ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഭൗമിക വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് എല്ലാം ഉത്തരമുണ്ട്. പക്ഷെ അത് യേസ് ആകണമെന്നില്ല. ഉത്തരമില്ലാത്ത ഒരു പ്രാർത്ഥനകളും, എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് വളരെ പരിചയമുള്ള IPC കുവൈറ്റിലെ 50 വയസ്സുള്ള ഒരു സഹോദരൻ ലിഫ്റ്റിൽ താഴേക്ക് വരുമ്പോൾ വീണു മരിച്ചു. ഇതിനൊക്കെ നാം എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നത്? കർത്താവിനെ സേവിച്ചാൽ ദീർഘായുസ് കിട്ടുമെന്നൊക്കെ പ്രസംഗിക്കുന്ന ക്രഫ്ലോ ഡോളറിനെ പോലുള്ള എത്രയോ പേരുണ്ട്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവർ, നമുക്ക് വളരെ വ്യക്തമായൊരു ബോധ്യം വേണം. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഭൗമിക ആവശ്യങ്ങൾ കർത്താവിനോട് പറയരുതെന്നുമല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം. പൗലോസ് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നതിനെല്ലാം അതുപോലെ ഉത്തരം തരുമെന്നല്ല. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, അത് ഗ്യാരണ്ടീഡാണ്. അത് ഗ്യാരണ്ടീഡാണ്. A peace that surpasses all understanding. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം. കാരണം ഇന്ന് നിങ്ങൾ കാണുന്ന
പ്രഭാഷണങ്ങളിൽ എനിക്ക് പറയുന്നതിൽ വലിയ വേദനയുണ്ട്. ഭൂരിപക്ഷവും കൊണ്ട് അവസാനിപ്പിക്കുന്നത് നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവം, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവം, നിന്നെ ഉയർത്തുന്ന ദൈവം, നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം. ഫോക്കസ് മുഴുവൻ ഭൗതിക കാര്യങ്ങളിലാണ്. വളരെ അപകടകരമാണ്. ഇപ്പൊ തുടങ്ങി വെക്കുന്നത് പലതിലാണെങ്കിലും ചുരുക്കത്തിൽ പറഞ്ഞാൽ കേൾവിക്കാരെ ഒന്ന്, ഉപദേശിമാരുടെ ഭാഷയെ പറഞ്ഞാൽ ഒന്ന് അവരെ ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ, ഒരു മൂവ്മെന്റ് ഉണ്ടാക്കണമെങ്കിൽ ഇത് പറഞ്ഞാലേ പറ്റൂ. അതിന്റെ അർത്ഥം കേൾക്കുന്നവർക്കും നിത്യതയേക്കാൾ പ്രധാനം ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് എന്നതാണ്. ഇത്രയും പേർ ഈ പ്ലാറ്റ്ഫോമിൽ വന്നു ചേർന്നതിൽ ഞാൻ നിങ്ങളോട് വളരെ നന്ദി പറയുന്നു. എന്നെ പോലുള്ള പ്രഭാഷകരൊന്നും അത്ര എല്ലാവർക്കും പ്രിയപ്പെട്ട ആളൊന്നുമല്ല. ഒന്ന് വെച്ചാൽ 10 കിട്ടും എന്ന് പ്രസംഗിക്കുന്നവരെയാണ് ആളുകൾക്ക് ഇഷ്ടം. ഇന്ന് അത്ഭുതം, ഇന്ന് നടക്കും. ഇവനിങ്ങനെ കള്ളം പറയാൻ ഒരു മടിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിനെ സേവിക്കല്ലേ, നാം അരിഷ്ടരായിത്തീരും. ക്രിസ്തുവിന്റെ ഉയർപ്പ് എനിക്ക് തരുന്ന ബോധ്യം, 6-ാമത്തെ പാഠം, എനിക്ക് തരുന്ന ബോധ്യം ഈ ആയുസ്സിനപ്പുറം മറ്റൊന്നുണ്ട് എന്ന നിശ്ചയമാണ്. The conviction that there is something else beyond this earth. സുവിശേഷത്തിനു വേണ്ടി പോരാടുന്ന, സുവിശേഷത്തിനു വേണ്ടി ചെലവായി പോകുന്ന, സുവിശേഷത്തിനു വേണ്ടി ജീവിത സാഹചര്യങ്ങളെ ഒതുക്കി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ എന്താണ് നയിക്കുന്ന ചൈതന്യം? എന്താണ് ആ ചൈതന്യം? ഈ ആയുസ്സിനപ്പുറം ഒന്നുണ്ട് എന്ന ബോധ്യമാണ്. ഞാൻ നിങ്ങളോട് വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാം, ഭൗമിക കാര്യങ്ങൾ മാത്രം പ്രസംഗിക്കുന്ന പ്രഭാഷകർ ദൈവത്തിൽ നിന്നുള്ളവർ അല്ലവേ അല്ല, അല്ലവേ അല്ല. അത് തിരിച്ചറിയാൻ ക്രിസ്തുമാർഗത്തിൽ പോകുന്നവരുടെ കണ്ണു തുറക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിനു മഹത്വം. 7-ാമത്തെ പാഠം, റോമർ 1:5. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ 7-ാമത്തെ പ്രാധാന്യം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. He was not another leader. He was not another reformer. He was not another teacher. ദൈവപുത്രനെന്ന് ആ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാണുമ്പം നമ്മുടെ നെഞ്ചിനകം കത്തും. ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ ഉയർപ്പ്, ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ളതിന്റെ വ്യക്തവും അസന്നിഗ്ധവും സംശയരഹിതവുമായ ഉറപ്പാണ്. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്. ജോൺ ന്യൂട്ടന്റെ അവസാന വാക്കുകൾ നിങ്ങളിൽ പലരും ഓർക്കും. അമേസിംഗ് ഗ്രേസ് എന്ന മഹത്തായ ഗാനം എഴുതിയ, 100 കണക്കിന് ആളുകളെ മാനസാന്തരത്തിലേക്ക് നടത്തിയ മനോഹര ഗാനം എഴുതിയ ജോൺ ന്യൂട്ടന് ഡിമെൻഷ്യ, ഓർമ്മക്കുറവ് സംഭവിച്ചു. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്: My memory is fading, but 2 things I will never ever forget. I was a great sinner and I have a great Savior. എൻ്റെ ഓർമ്മ ക്ഷയിച്ചു പോകുകയാണ്. 2 കാര്യം ഞാൻ മറക്കില്ല. ഞാനൊരു മഹാപാപിയായിരുന്നു, എനിക്കൊരു മഹാരക്ഷകനുണ്ട്. ഇന്ന് രാത്രിയിലും രക്ഷകനായ ക്രിസ്തുവിനെ ഉയർത്താത്ത
മനുഷ്യന് പാപബോധം നൽകാത്ത, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ബോധ്യപ്പെടുത്താത്ത ഒരാളെ പോലും സുവിശേഷകൻ എന്ന് വിളിക്കാൻ തിരുവെഴുത്ത് അനുവദിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇവിടെ വളരെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പ്ലാറ്റ്ഫോം വളരെ ഇഷ്ടമാണ്. വളരെ സീനിയേഴ്സ് ആയ ദൈവദാസന്മാർ, അവരാരും ഇന്ന് പ്രസംഗിക്കുന്ന പ്രസംഗമൊന്നും പറഞ്ഞിട്ടില്ല. അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് രക്ഷയുടെ മഹത്വത്തെയും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലുള്ള ദുരവസ്ഥയെയും കുറിച്ചാണ് ലോകത്തെ ബോധ്യപ്പെടുത്തിയത്. ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെട്ടു. അടുത്തത് വായിക്കാമോ? 1 പത്രോസ്. അത് മനോഹരമായ ഒരു വേദഭാഗമാണ്. 1 പത്രോസ് 1:3-4 8ാമത്തെ പാഠം വായിച്ചിട്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, മാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. മുഴുവൻ വിവരിക്കണം, നമുക്ക് ആ പ്രത്യേക പദം മാത്രം മതി. ക്രിസ്തുവിന്റെ ഉയർപ്പ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു വിശേഷകരമായ പ്രയോഗം, ജീവനുള്ള പ്രത്യാശ. Resurrection of Christ gave me a glorious hope. ഈ ഗ്ലോറിയസ് എന്ന വാക്ക് പൗലോസ് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ളൊരു, ഇപ്പൊ ഒക്കെ കേൾക്കുന്നുണ്ട് ഒരു ഗ്ലോറി റലം ഇറങ്ങി വരുന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ പ്രസംഗ ശൈലിയാണ് ഗ്ലോറി റലം. ഇവൻ എവിടുന്ന് കിട്ടി ഇതൊക്കെ? ശ്രദ്ധിക്കൂ, വേദപുസ്തകത്തിൽ ഇല്ലാത്തത് പ്രസംഗിക്കുന്നയാൾ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഇപ്പോൾ ഇതാ ഗ്ലോറി റലം ഇറങ്ങി വരുന്നു. അങ്ങനൊരു റലമൊന്നും വേദപുസ്തകത്തിലില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ഗ്ലോറിയുണ്ട്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. എന്റെ ജീവിതം എത്ര പ്രതിസന്ധികൾ നിറഞ്ഞതായാലും, എന്റെ ജീവിതം നാളെ നിർണയിക്കാൻ വയ്യാത്തൊരു രോഗാവസ്ഥയിലേക്ക് പോയാലും എനിക്ക് ചിരിക്കാൻ കഴിയുന്നതും എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നതും ഈ ജീവനുള്ള പ്രത്യാശ എൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് ക്രിസ്തുവിന്റെ ഉയർപ്പ് എനിക്ക്, ആ പദത്തിന്റെ ആ അഡ്ജക്റ്റീവ് കണ്ടോ നിങ്ങൾ? ഗ്ലോറിയസ് ഹോപ്പ് ഒക്കെ പറയുമ്പോ എന്റെ ഉള്ള കത്തും. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഹോപ്പ്, ഇറ്റ് ഈസ് എ ഗ്ലോറിയസ് ഹോപ്പ്. ഭക്തന്മാരുടെ മരണമൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ പോവാ എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ കൂളായിട്ട് കിടന്ന് മരിക്കുന്ന എത്രയോ എത്രയോ വിശുദ്ധന്മാരുടെ കഥയാണ് നാം കേട്ടിട്ടുള്ളത്. എൻ്റെ മാതാവ് ജേർണൽ എഴുതുമായിരുന്നു, ഡയറി എഴുതും. തൻ്റെ ഡയറിയിലെ അവസാനത്തെ വാചകം, എൻ്റെ മരണം അടുത്തു എന്ന് ഞാൻ അറിയുന്നു. ഇതെവിടുന്നാണ് മരണത്തെ ഭയമില്ലാത്ത ഈ പ്രത്യാശ ലഭിച്ചത്? ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള ബോധ്യം. 9ാമത്തെ പാഠം, പ്രവൃത്തി 17:31. Acts 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസം നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും. വേഗത്തിൽ വായിക്കാതെ ഒന്നുകൂടെ നിർത്തി വായിച്ചോട്ടെ സഹോദരി. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസം നിർണയിച്ചിട്ടുണ്ട്. വായിച്ചോട്ടെ ബാക്കി. ബോധ്യം നൽകുന്നത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ
ആ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. എന്നാ വാക്യം നോക്കിയേ. ആമേൻ. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതിനാൽ വിശ്വാസികൾക്ക് ഉറപ്പ് നൽകി. നല്ല വാക്യം. എല്ലാവർക്കും അവൻ ഉറപ്പ് നൽകി. ന്യായത്തോടെ ഒരു വിധിയുണ്ട് സഹോദര. നിനക്കിന്ന് ന്യായം കിട്ടുന്നില്ലെങ്കിൽ പരിഭവിക്കണ്ട. നിന്നെ ന്യായമായി മനുഷ്യർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പരിഭവിക്കണ്ട. ഒരു അവൻ നീതിയോടെ ന്യായം വിധിക്കും. എന്താണ് ആ ഉറപ്പ്? അവൻ ഉയർത്തെഴുന്നേറ്റു എന്നതുകൊണ്ട്. എത്ര ക്ലിയർ ആണ് തിരുവെഴുത്ത്. എന്റെ കുഞ്ഞെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന നിനക്ക് ജീവിത വഴിയാത്രയിൽ ന്യായം ലഭിക്കാത്ത നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. നിന്റെ സത്യസന്ധത ബോധ്യപ്പെടാത്ത സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. ഭാരപ്പെടരുത്, ഭാരപ്പെടരുത്, ഭാരപ്പെടരുത്. നീതിയോടെ ഒരു ന്യായാധിപതി വരും. ആ ഉറപ്പ് ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ കണ്ടതാണ്, റോമർ 4:25, 10-ാമത്തെ പാഠം. മരിച്ചവരിൽ ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. റോമർ 4:25, നമുക്ക് അവന്റെ ഉയർപ്പിലൂടെ നീതീകരണം. We are justified by his resurrection. നമ്മുടെ നീതീകരണം അവന്റെ ഉയർപ്പിനാലാണ് സംഭവിച്ചത്. അവസാനത്തെ പാഠം ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ആ വാക്യമൊക്കെ ഒരു ദിവസം ഇരുന്ന് പഠിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച വാക്യം ഒന്നുകൂടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. നമ്മുടെ പാട്ടൊക്കെ നമ്മുടെ വീട്ടിലെ കാര്യം നടത്തി തരാൻ അവൻ ഏബിൾ എന്ന, എന്റെ പ്രശ്നം തീർക്കാൻ അവൻ ഏബിൾ എന്ന. ഇത്രേ ഉള്ളൂ. നമ്മുടെ കാഴ്ചപ്പാട് അത്ര വികലവും, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഷോർട്ട് സൈറ്റഡ് പീപ്പിൾ, ഹ്രസ്വദൃഷ്ടികളുള്ളവർ. അവരെ പത്രോസ് വിളിക്കുന്നത് അന്ധന്മാരെന്ന്. ഷോർട്ട് സൈറ്റഡ് ആയ ഒരു ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കരുത്. ഹ്രസ്വദൃഷ്ടിയുള്ളവരും കുരുടന്മാരും അത്രേ പത്രോസ്. ഇല്ല, ഞങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാണ്. 11-ാമത്തെ പാഠം, ഏത് ജീവിത സന്ദർഭങ്ങൾക്കകത്തും അവൻ എന്നെ രക്ഷിപ്പാൻ പ്രാപ്തനാണ്. ഉടനെ പറയരുത് എനിക്ക് പ്രശ്നം വരുമ്പോൾ അവൻ പരിഹരിക്കുമെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ ആളുകൾ പറയുമ്പോൾ ഞാൻ അതിനെ ഖണ്ഡിക്കും. കാരണം ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നപ്പോൾ എവിടെ ആയിരുന്നു രക്ഷിക്കാൻ കർത്താവ്? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ കർത്താവ് എവിടെ ആയിരുന്നു രക്ഷിക്കാൻ? യാക്കോബിനെ കൊന്നപ്പോൾ കർത്താവ് എവിടെ ആയിരുന്നു? എന്തുകൊണ്ടാണ് കർത്താവ് ആ സമയത്ത് മൗനമായിരുന്നത്? കർത്താവ് തെറ്റാണോ ചെയ്തത്? അതോ ചിലർക്ക് വേണ്ടി മാത്രം ഫേവർ ചെയ്യുന്ന ആളാണോ കർത്താവ്? അങ്ങനെയാണ് എനിക്ക് ആ ദൈവത്തെ വേണ്ട. കാരണം തിരുവെഴുത്ത് പറയുന്നത് അവൻ പക്ഷമില്ലെന്ന, അവൻ മുഖപക്ഷമില്ലാത്തവനാണെന്ന. ഈ കർത്താവിനെ ഞാൻ അധികം സ്നേഹിക്കുന്നതിന്റെ കാരണം അവന് മുഖപക്ഷമില്ല. അവൻ അന്യായം ചെയ്യുന്നില്ല, അവൻ കൈക്കൂലി വാങ്ങുന്നില്ല. യഹോശാഫാത്ത് ഡിക്ലെയർ ചെയ്യുന്ന വാചകമാണ്,
അവൻ അന്യായം ചെയ്യില്ല, അവൻ കൈക്കൂലി വാങ്ങില്ല, അവന് മുഖപക്ഷമില്ല. അവൻ തന്നിൽ ആശ്രയിക്കുന്ന ഈ എല്ലാവരെയും പൂർണ്ണമായി രക്ഷിക്കും. പൂർണ്ണമായി രക്ഷിക്കും. ആമേൻ. എന്റെ കുഞ്ഞെ, ഈ ഭൂമിയിലെ പ്രതിസന്ധികൾ കണ്ട് ഭാരപ്പെടരുത്, കഷ്ടങ്ങൾ കണ്ട് ഭാരപ്പെടരുത്. ഈ കഷ്ടങ്ങൾ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യാം. യാക്കോബിന്റെ ലേഖനം പഠിച്ചാൽ ഭൂമിയിൽ ദരിദ്രരായി പാർക്കുന്നവർ, ഞെരുങ്ങി പാർക്കുന്നവർക്ക് പ്രത്യേക പരിഗണനയാണ് നിത്യതയിൽ എന്നാണ് പറയുന്നത്. അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ ചോദ്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉത്തരം ലഭിക്കട്ടെ. ലഭിച്ചില്ലെങ്കിലും പരിഭവിക്കരുത്, പരിഭവിക്കരുത്. എനിക്കൊരു ദൈവമുണ്ട് മുകളിൽ, അവൻ എന്നെ പൂർണ്ണമായി രക്ഷിക്കുന്ന ഒരു ദിവസമുണ്ട്, ഒരു ദിവസമുണ്ട്. ദൈവത്തിന് അടുത്തത് കർത്താവിന്റെ അസെൻഷൻ, സ്വർഗാരോഹണം. ക്രിസ്തുവിന്റെ ഉയർപ്പിനെ നാം 3 പാഠങ്ങളായിട്ടാണ് തിരിച്ചു പഠിച്ചത്. ഒന്ന് ഫാക്ട്, പ്രൂഫ്, പർപ്പസ്. ഇവിടെ അങ്ങനെ തന്നെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന്റെ ഫാക്ട്, നേച്ചർ ആൻഡ് പർപ്പസ്. ഫാക്ട് നമുക്കറിയാം. മത്തായി, മർക്കോസ് 16:19 എടുക്കണ്ട, അതൊക്കെ പരിചയമായ വാക്യങ്ങളാണ്. ലൂക്കോസ് 24:51, പ്രവൃത്തി 1:9, അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഇവിടെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം പറയേണ്ടിയിരുന്നത് വിട്ടുപോയ ഒരു കാര്യം പറയാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തനിക്കെതിരെ പ്രവർത്തിച്ച ഒരാൾക്ക് പോലും പ്രത്യക്ഷനായില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ ഗൗരവം? കയ്യഫാവിന് പ്രത്യക്ഷനായില്ല, ഹന്നാവിന് പ്രത്യക്ഷനായില്ല, റോമൻ പടയാളികൾക്ക് പ്രത്യക്ഷനായില്ല, പീലാത്തോസിന് പ്രത്യക്ഷനായില്ല. അവർക്കങ്ങ് പ്രത്യക്ഷപ്പെട്ടാ പോരായിരുന്നു കർത്താവിന് പ്രൂവ് ചെയ്യാൻ താൻ ദൈവമാണെന്ന്? വൈ ഡിഡ്ന്റ് ഹി ഡു ദാറ്റ്? കർത്താവ് ഇന്നും അങ്ങനെ തന്നെയാണ്. താൻ ദൈവമാണെന്ന് തനിക്കാരോടും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഗതികേടില്ല. നമ്മുടെ ഇടയിലുള്ള ഇപ്പോഴത്തെ ചില ശുശ്രൂഷകന്മാരുടെ സ്റ്റൈല് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞാനിതൊന്നും കാണുന്ന ആളല്ല. ചിലർക്ക് എനിക്ക് ക്ലിപ്പ് അയച്ചു തന്നിട്ട് പാസ്റ്റർ ഒന്ന് കമന്റ് ചെയ്യണം ഇതിനെ കുറിച്ചെന്ന് പറയുന്നത്. പ്രവചനം എന്ന മറ്റിൽ ചിലതൊക്കെ പറഞ്ഞിട്ട് അടുത്ത ചോദ്യം, നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? What is he trying to prove? He is trying to prove that he is giving a divine revelation. Right? എന്തിനാ കർത്താവ് എന്താ അങ്ങനെ ചെയ്യാതിരുന്നത്? മനുഷ്യരെ എന്തിനാണ് ബോധ്യപ്പെടുത്തുന്നത്? എനിക്ക് എൻ്റെ ശുശ്രൂഷയെ കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ ഞാൻ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഇതൊക്കെ എളുപ്പത്തിലുള്ള അളവുകോലാണ്. The shortest method to find false prophets. വളരെ എളുപ്പമാണ് തിരിച്ച്. ദൈവമക്കൾ എന്തുകൊണ്ട് വഞ്ചിക്കപ്പെട്ടു പോകുന്നു എന്ന് ഞാൻ ദുഃഖത്തോടെ ഓർക്കുക. കർത്താവ് ഒരിക്കലും തൻ്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ ഈ അധികാരികളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. കർത്താവ് പ്രത്യക്ഷപ്പെട്ടതെല്ലാം തന്നിൽ വിശ്വസിക്കുന്നവർക്ക്. അതിൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് വലിയ അഭിമാനത്തോടെ, ഞാൻ വേദപുസ്തകം വായിച്ചല്ല മാനസാന്തരപ്പെട്ടത്, ഞാൻ വെളിപ്പാട് കണ്ടിട്ട. ശുദ്ധ അസംബന്ധമാണ് പറയുന്നത്. വേദപുസ്തകത്തെക്കാൾ വലിയ വെളിപ്പാടില്ല. വേദപുസ്തകത്തിൽ നിന്നാണ് ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത്. സ്വപ്നം കണ്ടല്ല ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത്.
ചെറുപ്പക്കാരായ ആളുകളെ ഒന്നുകൂടെ പ്രബോധിപ്പിക്കാം. ഞാൻ മരിച്ചു, മരണത്തിലൂടെ ഞാൻ പോയപ്പോൾ ഞാൻ ഈ ദർശനങ്ങൾ കണ്ടു എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കരുത്. അത് യോഗ്യമല്ല. തിരുവെഴുത്തിനപ്പുറമുള്ള ഒരു ഉപദേശങ്ങളെയും സ്വീകരിക്കാൻ പാടില്ല. ബൈബിൾ ഇസ് ദ ലാസ്റ്റ് വേർഡ്. ഇറ്റ് ഈസ് ദ ഓൺലി ഡിവൈൻ റെവലേഷൻ അബൌട്ട് ഗോഡ്. എന്നൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഇറ്റ് ഈസ് ദ ഓൺലി ഡിവൈൻ റെവലേഷൻ അബൌട്ട് ഗോഡ് ബൈ ഗോഡ് ത്രൂ മെൻ. ദൈവത്തിന്റെ മഹത്വം സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളൂ. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. എന്തായിരുന്നു കർത്താവിന്റെ സ്വർഗാരോഹണത്തിന്റെ പ്രകൃതി? സോ ഫാക്ട് ഈസ് ഹി വെന്റ് അപ്പ്. നേച്ചർ എന്തായിരുന്നു? പ്രകൃതി. ഏത് പ്രകൃതിയിലാണ് കർത്താവ് മുകളിലേക്ക് പോയത്? ഉത്തരം പ്രവൃത്തി 1:11 പറയുന്നു, നിങ്ങൾ കണ്ടതുപോലെ തന്നെ. അഥവാ കഴിഞ്ഞ 40 നാളുകൾ അവൻ എങ്ങനെയാണോ നിങ്ങളോടൊപ്പമായിരുന്നത് അതുപോലെ. The glorified body as it is ascended. കർത്താവിന്റെ രാജകീയ പ്രഭാവത്തിലുള്ള വെളിപ്പെടൽ സംഭവിക്കാൻ പോകുന്ന ഒരു നാളുണ്ട്. താൻ ഏറ്റവും താഴ്ത്തിയതുകൊണ്ട് പിതാവ് തന്നെ ഏറ്റവും ഉയർത്തിയുള്ള ഒരു പ്രത്യക്ഷത ഈ മഹാലോകം കാണാൻ പോകുന്നുണ്ട്. അതൊരു ഭക്തന്റെ പ്രത്യാശയാണ്, ഉറപ്പാണ്. മൂന്നാമത്തെ പാഠം. എന്തിനാണ് കർത്താവ് മുകളിലേക്ക് പോയത്? എത്ര എളുപ്പമായിരുന്നു ഇവിടെ അങ്ങ് ആ പ്രൗഢിയിൽ രാജാവായിട്ടിരുന്നിരുന്നെങ്കിൽ. പർപ്പസ് ഓഫ് ഹിസ് അസെൻഷൻ. 7 പാഠങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കും. 1, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ കരുതുന്നത്, വായിക്കാമോ കുഞ്ഞെ? പ്രവൃത്തി 2:33. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. അവൻ ദൈവത്തിന്റെ വലതു ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. കർത്താവിന്റെ ആരോഹണത്തിന്റെ പ്രഥമമായ ലക്ഷ്യം പരിശുദ്ധാത്മാവിനെ നൽകുക. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം. ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ചില വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി ശ്രേഷ്ഠനായൊരു ദൈവദാസനായിരുന്നു ഡേവിഡ് പോസൺ. ഡേവിഡ് പോസനാണ് ലോകത്തിന് വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിനെ സംബന്ധിയായ വളരെ സുപ്രധാനമായ ഒരു ബോധ്യം നൽകിയത്. ഞാൻ പോയി മറ്റൊരു കാര്യസ്ഥനെ അയക്കും. പരിശുദ്ധാത്മാവിനെ നൽകുന്നത് കുറെ കൂടെ വ്യക്തമാക്കി തരാനാണ്. മറ്റൊരു യോഹന്നാൻ 14-ാം അധ്യായത്തിൽ നാം വായിക്കും. ഈ മറ്റൊരു കാര്യസ്ഥൻ, അനദർ കംഫർട്ടർ. ഡേവിഡ് പോസൺ ഈ അനദർ എന്ന വാക്കിനെ നമുക്ക് മനസ്സിലാക്കി തരും. ഇംഗ്ലീഷിൽ അനദർ എന്ന് പറഞ്ഞാൽ മറ്റൊരു, ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്നാൽ ആ വേദഭാഗത്തിന്റെ ഗ്രീക്ക് ഭാഷാന്തരത്തിൽ, ഗ്രീക്ക് ഭാഷയിൽ, യവന ഭാഷയിൽ ഇംഗ്ലീഷിലെ അനദർ എന്ന വാക്കിന് 2 വാക്കുകൾ. ശ്രദ്ധിച്ച് കേൾക്കണം, 2 വാക്കുകൾ. ഒരു വാക്കിന്റെ അർത്ഥം മറ്റൊരു. ഇതൊരു ബുക്ക്, മറ്റൊരു ബുക്ക്. ഇതൊരു ബുക്ക്, മറ്റൊരു ബുക്ക്. മറ്റൊരു ബുക്ക്. ഇതൊരു ബുക്ക്, ഇത് മറ്റൊരു ബുക്ക്. പക്ഷേ യോഹന്നാൻ 14 ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മറ്റൊരു എന്ന പദം യവന ഭാഷയിലെ 2ാമത്തെ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കുകളൊന്നും ഞാൻ ഉദ്ധരിച്ച് നിങ്ങൾ അത്രയും ആഴത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ. ആ അനദർ എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായും ഉള്ളടക്കം കൊണ്ടും
ഘടന കൊണ്ടും രൂപം കൊണ്ടും ഇതുപോലെ തന്നെയുള്ള. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്നെപ്പോലെ എന്റെ അതേ ഘടനയുള്ള, എന്റെ അതേ സ്വഭാവമുള്ള, ഞാൻ തന്നെയായ മറ്റൊരാൾ. ഹല്ലേലൂയ. ത്രിത്വത്തിന്റെ മഹത്വത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ ലോകാവസാനം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന വാക്കിന്റെയൊക്കെ പൊരുള് തിരിയുന്നത് അവിടുന്ന്. സ്വർഗത്തിൽ ഇരിക്കുന്ന കർത്താവ് ലോകാവസാനത്തോളം നമ്മുടെ കൂടെ എങ്ങനെയാ ഇരിക്കുന്നത്? ഉത്തരം ഇതാണ്: യു ഹാവ് ദ ഹോളി സ്പിരിറ്റ്. എൻ്റെ മനസ്സുള്ള, എൻ്റെ സ്വഭാവമുള്ള, എൻ്റെ നിലപാടുള്ള, ഞാൻ തന്നെയായ മറ്റൊരാൾ. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചത് കർത്താവ് ആരോഹണം ചെയ്തത് കൊണ്ട് മാത്രമാണ്. കർത്താവ് പിന്നെയും പറയുന്നുണ്ടല്ലോ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപകാരം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനെ അയക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ ഹേതുവായി തീർന്നു. രണ്ടാമത്തെ പാഠം നമുക്കറിയാം. യോഹന്നാൻ 14:12 വായിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകും. കർത്താവിന്റെ സ്വർഗാരോഹണം മുഖാന്തരം നമുക്കുണ്ടാകുന്ന രണ്ടാമത്തെ പ്രയോജനം കർത്താവ് വാസസ്ഥലം. മൂന്നാമത്തത് അത് വായിക്കണം. പ്രവൃത്തി 5:31. കർത്താവ് പോകുന്നതിന്റെ പർപ്പസ് വായിച്ചാട്ടെ വേഗത്തിൽ. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയാൽ ഉയർത്തിയിരിക്കുന്നു. തന്റെ വലങ്കയാൽ ഉയർത്തിയത് ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകാൻ. ആമേൻ. നമുക്ക് ഗ്രഹിക്കാൻ, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു വസ്തുത, നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുത, യഹൂദ ജാതി ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ ജനമാണ്. അത് നമുക്ക് നിഷേധിക്കാനേ സാധ്യമല്ല. നമുക്കത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ മറ്റൊരിക്കൽ പഠിക്കാം. ആമേൻ. നാലാമത്തത് എബ്രായർ 6:20. മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി ദൈവസന്നിധിയിൽ പ്രവേശിച്ചു യേശു കർത്താവ് സ്വർഗാരോഹണത്തിലൂടെ. എബ്രായ ലേഖനത്തിന്റെ പഠനത്തിൽ ക്രിസ്തുവേശുവിന്റെ മഹാപുരോഹിത ദൗത്യം വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നോടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, സാന്ദർഭികമായി എഫേസ് ലേഖനം, കൊലോസി ലേഖനം, എബ്രായ ലേഖനം, ഫിലമോന്റെ ലേഖനം, ഫിലിപ്പി ലേഖനം, ഈ 5 ലേഖനങ്ങൾ ക്രിസ്റ്റോളജിയുടെ ഏറ്റവും കാതലായ പഠനങ്ങളാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ ലേഖനങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം. അതിലും ഏറ്റവും പ്രധാനം കൊലോസി ലേഖനം. കൊലോസി ലേഖനം ക്രിസ്റ്റോളജിയുടെ പോയട്രി ആണെന്ന് വേണേ പറയാം. ക്രിസ്തുശാസ്ത്രത്തിന്റെ കവിതയാണ് കൊലോസി ലേഖനം. 5-ാമത്തെ പാഠം, 7 പാഠങ്ങളാണ് പറയാൻ. നമുക്ക് വേണ്ടി വായിക്കാമോ? എബ്രായർ 9:24. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ. വായിച്ചാട്ടെ കുഞ്ഞെ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. വളരെ വളരെ ക്ലിയർ ആണ്. ഒരു ആംബിഗ്യൂറ്റി ഇല്ല. ദൈവവചനത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്. സംശയത്തിന് ഇട നൽകാത്ത വിധം വ്യക്തമാണ് തിരുവെഴുത്ത്. ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് സ്വർഗത്തിലേക്ക് പോയത്. ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരാളുണ്ട് എന്ന ബോധ്യം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ധൈര്യമാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉറപ്പാണ്. എനിക്ക് ആരുമില്ല എന്നത് മനുഷ്യന്റെ
വളരെ പ്രധാനപ്പെട്ട ഒരു ദുഃഖമാണ്. എനിക്കാരുമില്ല. പക്ഷെ ഒരു ഭക്തൻ ഒരിക്കലും അത് പറയില്ല. I am not an orphan, I have a savior. കർത്താവ് ആ വാക്യം വളരെ ഒന്നുകൂടെ വായിച്ച്, എനിക്ക് ആ വാക്യം വളരെ ഇഷ്ടമാണ്. ക്രിസ്തു വാസ്തവമായി വായിച്ചോളൂ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ. Not for somebody else, but for us. നമുക്ക് വേണ്ടി നമുക്ക് നമ്മുടെ പേര് എഴുതാൻ ടി.വി. സക്രിയയ്ക്ക് വേണ്ടി, സേവിയർ ജെയിംസിന് വേണ്ടി. എന്തോ ഒരു ഭാഗ്യം, എന്തോ ഒരു ഭാഗ്യം. ഒരു ക്രിസ്ത്യാനിയായിരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ മഹാഭാഗ്യം ജീവിതത്തിൽ മറ്റൊന്നില്ല. What a privilege. What an honor. രണ്ട് വാക്യങ്ങൾ കൂടെ പറഞ്ഞ് 6-7 കൂടെ പറഞ്ഞ് ഞാൻ ആ വേദഭാഗം അവസാനിപ്പിക്കാം. എബ്രായർ 10:12-13 വാക്യങ്ങൾ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവാൻ കാത്തിരിക്കുന്നു. അവൻ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ സന്നിധിയിൽ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ പാദപീഠമാകാൻ കാത്തിരിക്കുകയാണ്. സ്വർഗാരോഹണത്തിന്റെ മറ്റൊരു പർപ്പസ്. 7ാമത്തെ പാഠം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. നമുക്ക് വളരെ പരിചിതമുള്ള, നാം അതും ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രസംഗ വിഷയമാക്കുന്ന ഒരു വേദഭാഗം. എഫേസ്യർ 1:19. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റം വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. 20ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും ഉയർപ്പിച്ചു. 19-20 കൂടെ ചേർത്ത് വായിച്ചേ. അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ചോദ്യം: എന്താണ് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം? അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ചോദ്യം ഇതാണ്: എന്താണ് അളവറ്റ ശക്തിയുടെ വലിപ്പം? എന്താണ് ഇന്നതെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ആ വലിപ്പം എന്താണെന്ന് നിങ്ങൾ അറിയണം. അതിന്റെ ഉത്തരമാണ് അദ്ദേഹം 20ാം വാക്യം പറയുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചു. ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ദൈവത്തിന്റെ അളവറ്റ ശക്തി സമം ക്രിസ്തുവിന്റെ ഉയർപ്പ്. ക്രിസ്തുവിന്റെ ഉയർപ്പാണ് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് തിരിച്ചറിയുമ്പോൾ ആ മഹത്വകരമായ ഉയർപ്പിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് ഒരു ദൈവ പൈതലിന് ബോധ്യം വരും. എങ്ങനെയാണ് ഞാൻ അറിയുന്നത്? ഈ അളവറ്റ വലിപ്പം ക്രിസ്തുവിന്റെ ഉയർപ്പിലേക്ക് ഞാൻ നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും മരിച്ച നസ്രയനെ
ആദ്യനായി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയ മഹാദൈവത്തിന്റെ അളവറ്റ വലിപ്പത്തിന്റെ നിതാന്തമായ തെളിവാണ് ക്രിസ്തുവേശു എന്നത് നമ്മുടെ അകത്ത് നമ്മെ ബോധ്യപ്പെടട്ടെ. ആമേൻ. എന്താണ് ക്രിസ്തുവിന്റെ സ്വർഗത്തിലെ പൊസിഷൻ? അതുകൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കും. നമുക്കറിയാം ആ ഭേദഭാവം. ഉയർത്തപ്പെട്ട കർത്താവിന്റെ 3 വാക്യങ്ങൾ പ്രധാനം. എഫേസ്യർ 1:21, എബ്രായർ 10:12, കൊലോസ്യർ 3:1. എബ്രായർ 10:12 എഫേസ്യർ 1:21 നേരത്തെ വായിച്ചതായതുകൊണ്ട് കൊലോസ്യർ 3:1 വായിച്ചോളൂ സഹോദരി. കൊലോസ്യർ 3:1. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത് എന്നത് ഒരു ആംബിഗ്വസ് ആയ ഒരു കാര്യമല്ല, വ്യക്തമായി ബോധ്യമുള്ള കാര്യമാണ്. സ്തെഫാനോസിനെ കണ്ടത് നാം ഇന്നലെ വിശദീകരിച്ചു. പിതാവിന്റെ വലതുഭാഗത്ത്. എബ്രായർ 10:12 ദൈവത്തിന്റെ വലതുഭാഗത്ത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലും കർത്താവിന്റെ പൊസിഷൻ മാറാത്തത് അവൻ ദൈവപുത്രനായതുകൊണ്ടാണ്. പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്യുന്ന, പിതാവിന്റെ ഹിതം വിട്ടു മാറാത്ത, അനുസരണത്തിന്റെ മൂർത്തിഭാവമായ ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പൗലോസിന്റെ വാചകം ഉദ്ധരിക്കട്ടെ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്, അടുത്ത പ്രയോഗം നിങ്ങൾക്കറിയാം, ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തിന്റെ വർണ്ണനയായിരുന്നു നാം ഈ ദിനങ്ങൾ ചിന്തിച്ചത്. ഞാൻ ആഗ്രഹിച്ചത് അടുത്ത 2 പാഠങ്ങൾ. കർത്താവിന്റെ 20 പേരുകളുണ്ട് വേദപുസ്തകത്തിൽ. ആ 20 പേരുകളുടെ അർത്ഥവും പ്രാധാന്യവും വിശദീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. തുടർന്ന് ദ മിറക്കിൾസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു, അത്ഭുതങ്ങളുടെ വ്യവസ്ഥ എന്തായിരുന്നു. ക്രിസ്റ്റോളജി പഠിപ്പിക്കുമ്പോൾ മിറക്കിൾസ് ഓഫ് ക്രൈസ്റ്റ് പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ വളരെ വേഗത്തിൽ അത് ചിന്തിക്കാം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരച്ചു കാട്ടുകയാണ്, പൗലോസിനെ പോലെ, അതിൻ്റെ ചെറിയ രൂപത്തിൽ. കർത്താവിനെ ചെറുതാക്കി കളയല്ലേ, കർത്താവിനെ ചെറുതാക്കി പ്രസന്റ് ചെയ്യല്ലേ. എത്ര ദുഃഖകരമാണ് ഇന്നത്തെ ആത്മീയ ഗോളം. നിങ്ങൾ പലരും കണ്ടു കാണും. അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആളിന്റെ ചർച്ചിൽ ഏതോ ഒരുത്തൻ പേഴ്സിനകത്ത് കാശ് തരുന്ന യേശു. നിങ്ങളെല്ലാം പേഴ്സ് ഉയർത്തുക, നിങ്ങളുടെ പേഴ്സിൽ കാശ് കിട്ടും. അധ്വാനിക്കാതെ കാശ് തരുന്ന ദൈവം കള്ളനാണ്. യേശു ക്രിസ്തുവിനെ കള്ളനാണെന്നാണോ ഇവർ വരച്ചു കാട്ടുന്നത്? ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നാം മൗനമായി ഇതിനൊക്കെ അംഗീകാരം നൽകുന്നു എന്നത് എത്ര അപമാനകരവും ദുഃഖകരവും. എൻ്റെ കേൾവിക്കാരായ പ്രഭാഷകരെ, ശുശ്രൂഷകന്മാരെ, നമ്മുടെ ഒരു വാക്ക് കൊണ്ടുപോലും
കർത്താവിന്റെ മഹത്വത്തെ ലഘൂകരിക്കാൻ ഇടവരരുത്. ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ ചോദിക്കുന്ന ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആര്? അവന് മന്ത്രിയായിരുന്നവൻ ആര്? അവന് വല്ലതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിയവൻ ആര്? എന്നിട്ട് അദ്ദേഹം മുട്ടുകുത്തി പറയുകയാണ്, ഞാൻ അവിടുത്തെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ഇന്ന് രാത്രിയിലും നമ്മുടെ പാട്ടും പ്രാർത്ഥനയും പ്രസംഗവും ക്രിസ്തുവിന്റെ മഹത്വത്തെ ലഘൂകരിക്കുന്നതാകരുത്. ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ വർണ്ണിക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും നാവുകൾ ചലിക്കട്ടെ, നമ്മുടെ പാട്ടുകൾ ചലിക്കട്ടെ. നാം തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ വർണ്ണനയുടെ പ്രതീകങ്ങളായി മാറട്ടെ. Let me die if I belittle my God. എന്റെ ദൈവത്തെ ഞാൻ ചെറുതാക്കുന്നതിനേക്കാൾ ഞാൻ മരിക്കുന്നത് എനിക്ക് നല്ലത്. ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാം, യേശുവല്ലാതെ മറ്റൊരാൾ അനുകരിക്കാനില്ല. യേശുവെ പോലെ മറ്റൊരാളില്ല. യേശു മാത്രമാണ് വഴി. Jesus is not optional. Jesus is a must. Try Jesus എന്ന് എഴുതി വെക്കുന്നവരുടെ കടലാസുകൾ വലിച്ചു കീറിക്കളയണം. യേശു ട്രൈ ചെയ്യപ്പെടേണ്ടവനല്ല. He is the only choice. ഞാൻ തന്നെ വിശേഷത്തിനായി ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. ഞാൻ തന്നെ, അവൻ തന്നെ വഴിയും സത്യവും ജീവനും. മറ്റൊരു വഴിയില്ല, മറ്റൊരു സത്യമില്ല, മറ്റൊരു രീതിയിലും ജീവനില്ല. കുഞ്ഞേ, ഇന്ന് രാത്രിയിലും നിന്റെ ഭൗമിക സ്ഥിതിക്കൊന്നും മാറ്റം വന്നില്ലെങ്കിലും, നിന്റെ ജീവിതത്തിൽ ഒരു ഭൗതിക അത്ഭുതം നടന്നില്ലെങ്കിലും, ക്രിസ്തു നിന്റെ ഉള്ളിൽ വന്നു എന്നതിനേക്കാൾ മഹത്വകരവും വിലയേറിയതും ശ്രേഷ്ഠവുമായ ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കാനില്ല. മറ്റെന്നെല്ലാം കിട്ടിയിട്ടും ക്രിസ്തു നിന്നിൽ ഉരുവാകുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം നഷ്ടമാണ്, നഷ്ടമാണ്. ഇന്ന് രാത്രിയിലും വളരെ വിനയത്തോടെ താഴ്മയോടെ ആ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. പാട്ടുകാരന്റെ പാട്ടിന്റെ വരികൾ, I will cling to that old rugged. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.